ില്ല കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾക്കപ്പുറം സംഭവിച്ച ചില കാര്യങ്ങൾ, ആരാണോ ഇതൊക്കെ ചെയ്തത്, ഉപ്പ് തിന്നവനാണ് വെള്ളം കുടിക്കേണ്ടത്. അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ പറയിപ്പിക്കാം, ചെയ്യിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രത്യേകതരം സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഒരർത്ഥത്തിൽ വിജയിച്ച ആളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അത്രയും കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എന്തു കൊണ്ടുവന്നാലും അതൊക്കെ 100% വിശ്വസിക്കുന്ന, വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ തന്നെ ചില സുഹൃത്തുക്കളുടെ ശബ്ദമൊക്കെ ഉണ്ട്. സമയം പരിഗണിച്ചുകൊണ്ട് ഞാനത് കേൾപ്പിക്കണില്ല. എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു 10 വർഷം ഉസ്താദിന് കൊടുത്ത് ഉസ്താദ് ദീനീ സേവനം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട് എന്നാണ്. അപ്പം അങ്ങനെ ആയുസ്സൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരു വ്യക്തിക്ക് പരമാവധി ആയുസ് കിട്ടണം, എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്ന നിലക്ക് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അത്രയും അദ്ദേഹത്തെ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസിൻ്റെ മധ്യത്തിലേക്കാണ് അദ്ദേഹം എന്ത് ചെയ്തത്, മുടിയും കൊണ്ട് വന്നത്. ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ ബിസിനസ് അതിൻ്റെ സാമ്പിൾ മോഡലുകൾ ഇറക്കും. ഇവിടെ ഫൈസൽ മൗലവി സൂചിപ്പിക്കുകയുണ്ടായി, 2-3-4 ഘട്ടങ്ങളിലായി അദ്ദേഹം കൊണ്ടുവന്ന് എന്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ വളരെ തുറന്നു പറഞ്ഞാൽ, ഒരു വേള മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സംഘടനാപരമായ ആശയപരമായ ചില സംഘർഷങ്ങളിലൂടെ പോകുന്നൊരു ഘട്ടം ഇതിനുവേണ്ടി മനോഹരമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും വലിയ പ്രതികരണങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അവസാനം അദ്ദേഹം വലിയൊരു പള്ളിയും മുടിയൊക്കെ ആയിട്ട് വരുന്ന ഘട്ടം വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത്, ഇനി അത്തരം കാര്യങ്ങൾ എവിടെയാണ് പറയേണ്ടത്, അങ്ങാടിയിൽ അത് പറയേണ്ടതില്ല എന്നുള്ളൊരു ഉത്തരത്തിലേക്കൊക്കെ നമ്മൾ എത്തി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചപ്പോൾ ഉണ്ടായത് എന്താണ് എന്ന് ആദ്യം പേരോട് പറയും. അദ്ദേഹം പറയണം, ഒരു മുന്നണി തന്നെ എല്ലാത്തരം ഇവിടുത്തെ എന്താ പറയുക, നിരീശ്വരവാദികളും മുസ്ലിങ്ങളും എല്ലാവരും അടങ്ങുന്ന ഒരു മുന്നണി തന്നെ രൂപപ്പെട്ടു എന്നാണ്. 15 വർഷങ്ങൾക്കപ്പുറത്തെ അദ്ദേഹത്തിന്റെ അനുഭവ വിവരണത്തിലേക്ക് ആദ്യം പോകാം. മുന്നണി ഉണ്ടാക്കിയില്ല. എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം, ആ മഹത്വം ഇടിച്ചു താഴ്ത്തുന്നവർ മുന്നണി ഉണ്ടാക്കിയിരിക്കുക. മുന്നണി രൂപീകരിച്ചതോടുകൂടെ പള്ളിയിലേക്കോ മദ്രസയിലേക്കോ എവിടേക്കും പോകാൻ പറ്റാതെ, എവിടെയും മുടിയായിരുന്നു വിഷയം. മുടിയുടെ പുതിയ വെളിപ്പെടുത്തൽ ഇങ്ങനെ വരികയാണ്. കിട്ടിയവരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, കിട്ടിയവരൊക്കെ 2 ചവിട്ട് കൊടുത്ത് വെള്ളം കുടഞ്ഞ് മൂലക്കിടണ ഒരവസ്ഥയിലൂടെയാണ് പോയത്. അങ്ങനെ അവസാനം ഒരു മുസ്ലിയാർ TV തുറന്നപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു. എന്താ ഇതിൽ കുഴപ്പം? അപ്പൊ കാന്തപുരം വലുതായി പോകുമെന്നുള്ളതേ ഇവിടെ ആകത്തുകയുള്ളൂ. തനിച്ച അസൂയ. വെറുതെ പറഞ്ഞതല്ല. 2 ആഴ്ച മുമ്പ് നടന്ന കണ്ടതും കേട്ടതും എന്ന് പറയുന്ന പരിപാടിയില്ലേ ഏഷ്യാനെറ്റില്? അപ്പൊ ചോദിക്കും, മൊയ്ലാൽ ഇതും കണ്ടോണ്ടാണോ ഇരിക്കണമെന്ന്? കണ്ടതും കേട്ടതും ഒക്കെ കാണും, കാരണം ഇതേപോലത്തെ വില്ലന്മാരെ പിടിക്കണമെങ്കിൽ. കാന്തപുരത്തെ വിമർശിക്കാൻ 3 മാന്യന്മാരിരിക്കുക. നോക്കണേ അവരുടെ ഉള്ളിലിരിപ്പ്. ഒന്ന് തനിച്ച ജമാഅത്തെ ഇസ്ലാമി, മറ്റേതോ അതിനേക്കാൾ വിഷം ഇപ്പുറത്തെ നമ്മുടെ സുന്നിയുടെ വലിയാരും. 3 പേരുടെ പ്രമേയം എന്താ? കാന്തപുരത്തിനെ തിന്നുക. അപ്പൊ എല്ലാവരും ഒന്നിച്ച് ഇവർക്കെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ചില ദേശീയ പ്രകടനങ്ങളൊക്കെ അതിന്റെ ശേഷമുണ്ട്. വിമർശിക്കണമെങ്കിൽ ഇയാൾ ഒറ്റക്കിരുന്ന് വിമർശിക്കട്ടെ. ഇവരെ എന്തിനാ കൂട്ടുപിടിച്ചത്? ഇന്നലെ വരെ അള്ളാന്റെ റസൂലിനെയും സുന്നത്തിയെ മാത്രമേ വിമർശിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചിട്ടാണോ, കമ്പനി ആയിട്ടാണോ, ഷെയർ ചെയ്തിട്ടാണോ സുന്നീനെ വിമർശിക്കേണ്ടത്? എന്ത് സുന്നി താല്പര്യാണോ ഇത്? എന്തായാലും പലതരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി നോക്കി. ഈ ഒരു അജണ്ടയിൽ നിന്നൊന്ന് വേറിട്ട് കിട്ടാൻ, ഈ ഒരു അജണ്ട ഒന്ന് അവസാനിച്ച് കിട്ടാൻ. സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ലൈവ് അല്ലാത്ത കാലമാണ്. സോഷ്യൽ മീഡിയയും കൂടി ഇത്ര ലൈവാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ ബോധം കെടും. ഇപ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. ഇപ്പോൾ ഇവരുടെ ചില വ്യവസായ സംരംഭങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ടുണ്ടാക്കിയ ചില വ്യവസായ സംരംഭങ്ങൾ നഷ്ടത്തിലോടുന്നു അത് പലതും പൂട്ടിപ്പോകേണ്ട സാഹചര്യമുണ്ടെന്നുള്ള ഘട്ടത്തിൽ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് മുടി വളരുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കിയത്. ഇനിയിപ്പോൾ എന്തായിരിക്കും പ്രതികരണം? ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രതികരണം എന്ന്. അന്ന് നടത്തിയൊരു രക്ഷാപ്രവർത്തനം എന്താണെന്നറിയോ? കാന്തപുരം നേരെ പോയിട്ട് പാണക്കാട് പോയിട്ടൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോനെ കുറിച്ച് പേരോട് തന്നെ പറഞ്ഞോട്ടെ. പാണക്കാട്
പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ, ഒക്കെ ഇവരെ ആൾക്കാരപ്പോ. പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരത് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത്. നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുരം ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരം അറിയോ? കാന്തപുരത്ത് നല്ല സൽക്കാരമായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും, എല്ലാ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പറിനെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതലായി ഇതാ സൽക്കാരം. പക്ഷേ ഓരോ ചെറിയ സാധ്യതയെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച് അവസാനം നാടായ നാട്ടിലൊക്കെ മുടിക്കെതിരൽ പരിപാടിയാണ്. റോഡായ റോട്ടിലും ചായക്കടയിലൊക്കെ വ്യാജമുടിയും. ഇക്ബാൽ ജാലിയൻ വാല എന്ന് പറയുന്ന ചങ്ങാതി ചോരി സ്ട്രീറ്റിലെ ഈ ചോരി എന്നൊക്കെ പറഞ്ഞ വേർഡ് ഇപ്പോൾ മനസ്സിലാവും അല്ലേ? വോട്ട് ചോരിയൊക്കെ നടക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാ കള്ളന്മാരെയും കൊള്ളക്കാരെയും കിട്ടണേ ഈ ജാതി സ്ഥലത്ത് ഒരു ആക്രിക്കട എന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. അവിടെയുള്ള സാധനങ്ങളെക്കുറിച്ച് പോയി കണ്ട ആളുകൾ വിശേഷിപ്പിച്ചത്. പറയണതൊന്നും നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ വേഡിങ്സ് അല്ല. ഇതിൻ്റെ പിന്നാലെ പോയി നമുക്കത് പോയി നോക്കേണ്ട കാര്യമേ ഉണ്ടായിട്ടില്ല. അവിടെ ശരിക്കുള്ള മുടിയാണോ അല്ലേ എന്നൊന്നും പോയി നോക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും അത് സംരക്ഷിക്കപ്പെട്ട് ബർക്കത്തെടുത്ത് കൊണ്ടുപോകേണ്ട ഒന്നായിരുന്നെങ്കിൽ അത് മനോഹരമായി സംരക്ഷിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് 100% ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് പോയി നോക്കേണ്ടി വന്നിട്ടില്ല. പോയി നോക്കിയ ആളുകളുടെ കമൻസാണ്. അവസാനം ഇതിമൊന്നും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ കാന്തപുരവും പേരോടൊക്കെ അത്യപൂർവമായൊരു പത്രസമ്മേളനം, കാന്തപുരം സമസ്തയുടെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായൊരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനത്തിൽ അവർ വന്നിട്ട് പറഞ്ഞു, പള്ളിയൊക്കെ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്, അതിന് ഈ മുടിയായിട്ടൊന്നും യാതൊരു ബന്ധമല്ല എന്നാ പറഞ്ഞു. കേട്ടോളി. കോഴിക്കോട് പരിസരത്ത് വലിയ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുള്ളതാണ്. ഈ കോംപ്ലക്സിലെ പള്ളിയിലും കോഴിക്കോട് ഞങ്ങൾ നിർമ്മിച്ച എല്ലാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലുമെല്ലാം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് 500ഉം 1000ഉം വ്യക്തികൾ പേർ പള്ളിയുടെ പുറത്തു നിന്ന് റോട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്. ഇവർക്കെല്ലാവർക്കും നിസ്കരിക്കാൻ സ്ഥലം വേണം. കൂടാതെ ഈ പുണ്യകേശം കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം. അങ്ങനെയുള്ള ഒരു വലിയ പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുണ്ട്. ഈ തിരുകേശവും കൂടി ലഭിച്ചപ്പോൾ അതും അവിടെ നിക്ഷേപിക്കാം എന്ന നിലക്ക് ഒരു വലിയ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതെ, അപ്പൊ അതാണ് പള്ളി. എന്നാലോ നേരത്തെ കേരളത്തിൽ ആയിരക്കണക്കിന് ഫ്ലക്സ് കെട്ടിയത് എന്താ? നേരത്തെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു. തിരുകേശത്തിനൊരു പള്ളി, തിരുകേശത്തിനുള്ള പള്ളി, അതിൻ്റെ 1000 രൂപയുടെ ടോക്കൺ എല്ലാവരും എടുക്കണം എന്നുള്ള ഭയങ്കരമായ ക്യാമ്പയിനാണ് കണ്ടത്. ഒരുപക്ഷെ കേരളം ഇതിനു മുമ്പൊന്നും രാഷ്ട്രീയമായോ അല്ലാതെയോ കാണാത്തത്ര വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമ്പയിനാണ് നടന്നത്. അത് പഴയ കാലത്തെ കഴിഞ്ഞ 15 വർഷത്തിൻ്റെ അപ്പുറത്തെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അത് ശരിക്കും ഓർമ്മയിൽ വരുന്നുണ്ടാകും. അത്രയും വൈഡായ ക്യാമ്പയിനാണ് നടന്നത്. എങ്കിൽ സഹോദരങ്ങളെ, ഇതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ അറിയോ? ഇത്ര പോകുന്നൊരു മുടിക്ക് വലിയൊരു പള്ളി വേണോന്നാണ്. അതും കൂടി അദ്ദേഹം പറയട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്നു, ആ പള്ളിയിൽ ഇത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ലോകത്ത് കേശം സൂക്ഷിക്കപ്പെട്ട പള്ളികളൊക്കെ ഉള്ളത്. അത് ഏത് വ്യക്തിക്ക് മനസ്സിലാവില്ല ഒരു കേശം സൂക്ഷിക്കാൻ ഇത്ര വലിയ പള്ളി വേണ്ട എന്നുള്ളത്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പോൾ അജണ്ട പിൻവലിച്ചു കാന്തപുരം. ക്യാമ്പയിനിന്റെ മുമ്പിൽ അജണ്ട പിൻവലിച്ചു. പരസ്യമായി അദ്ദേഹത്തിന് അജണ്ട പിൻവലിക്കേണ്ടി വന്നു. മാത്രമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെട്ടു. പിന്നെ അത് കത്തിച്ച് തെളിയിക്കണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വന്നു. കത്തിച്ച് തെളിയിക്കണം എന്നുള്ള പ്രസ്താവന വന്നപ്പോൾ കാന്തപുരം തന്നെ രംഗത്ത് വന്ന് മറുപടി പറയേണ്ടി വന്നു. മറ്റേത് ഗവൺമെന്റിനുള്ള മറുപടിയാണെങ്കിൽ അത് SSF പറയലാണ്, കാന്തപുരം മൗനം പാലിക്കലാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിരിക്കും അത്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും പറയാനില്ല. എന്നാൽ കാന്തപുരം തന്നെ വന്നിട്ട് മുടി കത്തിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ഹീനമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
അദ്ദേഹത്തെ നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിക്കുന്നത് ഹീനമായ പ്രവൃത്തിയാണെന്ന് കാന്തപുരം പറയുമ്പോഴും വിഷയത്തിന്റെ കുറച്ചും കൂടി മർമ്മത്തിലേക്ക് ഞാൻ വരുന്നു. കത്തിക്കുന്ന ഇതിൻ്റെ പ്രചാരണ ക്യാമ്പയിനുകൾ ഏറ്റെടുത്ത, പ്രചാരണവും ക്യാമ്പയിനുകളൊക്കെ ഏറ്റെടുത്ത ആളുകൾ, ചില ആശാരിമാരൊക്കെ ഉണ്ട്, ഇടക്കിടക്ക് സ്വപ്നം കാണുന്ന ചില ആശാരിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് തന്നെ കത്തിക്കണേനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ ചില കമന്റുകളുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് 3, 4 ആകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നു, ഈ അറബി അടുത്തുനിന്ന് വലത്തേക്ക് എഴുതിയ എല്ലാതും ഒരു കിതാബാണ്. ആ ജാതി ഏതോ ഒരു കിതാബത്തെ വാചകം എടുത്ത് വായിച്ചിട്ട് കത്തിച്ച് തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. വളരെ സിമ്പിളാണ്. ചാനൽ ക്യാമറകൾ മുഴുവൻ വിളിക്കുക, കത്തിച്ചാണ് കാണിച്ചു കൊടുക്കുക. കത്തൂലല്ലോ. കത്താത്തതോട് കൂടെ എന്തൊക്കെ തെളിയും? പ്രവാചകത്വം തെളിയും, പലതും തെളിയും. തെളിയിക്കണം നിങ്ങൾ, അല്ലേ? ഇതിപ്പോ നീളും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇവർ പറഞ്ഞതാണ്. നേരത്തെ തന്നെ അത് കാന്തപുരം ആവർത്തിച്ചെന്നേ ഉള്ളൂ. ഈ നീളുന്നൊക്കെ പറഞ്ഞതിന്റെ രേഖ എന്താണ്, തെളിവെന്താണ് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ഉത്തരം മുട്ടി ഞങ്ങളിനി മറുപടിക്കില്ല എന്ന് മാത്രമല്ല, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിനുശേഷം മുജാഹിദുകളുമായുള്ള ഖണ്ഡന സംവാദ സംവിധാനങ്ങളിൽ നിന്ന് ഏകദേശം പൂർണ്ണമായി തന്നെ പിന്മാറി എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ 15 കൊല്ലത്തിന്റെ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ എണ്ണവും കഴിഞ്ഞ 15 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ എണ്ണം ഒന്ന് എടുക്കുക. മുടി വിവാദം വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ ഖണ്ഡന പരമ്പരകൾ ഏതാണ്? അദ്ദേഹം ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പറഞ്ഞ എന്താ അറിയോ? ഞാൻ 10-30 കൊല്ലം പറഞ്ഞു, എന്നിട്ട് എന്ത് കാര്യം അവിടെ ഉണ്ടായത് എന്നാ. പേരോട് പ്രസംഗിക്കുമ്പോഴൊക്കെ മുജാഹിദുകളിലേക്ക് ആളുകൾ കൂടുന്നു എന്നുള്ള, മുജാഹിദുകളിലേക്ക് ആളുകൾ കയറി വരുന്നു എന്ന് സംസ്ഥാന സുന്നിയുടെ നേതാവിന് പറയേണ്ടുന്ന ഘട്ടം അടക്കം ഉണ്ടായി. അപ്പോ നീളും എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഅർ മുബാറക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്. അപ്പൊ പ്രവാചകന്റെ കാലം മുതൽ കണ്ടെടുത്താൽ എത്ര വളരേണ്ടി വരും എന്നുള്ളതിന്റെ വളരെ കണക്ക് ഒക്കെ ഇവിടെ കൃത്യമായി ഈ ഒരു സദസ്സിൽ ചോദ്യം ഉന്നയിച്ചു വന്നു. ഇനി വളരെ മാത്രമല്ല, ഇത് പ്രസവിക്കുകയും ചെയ്യും. ഒരു വട്ടം ഒന്ന് കണ്ടാൽ പിന്നെ പലതും കാണാന്നാണ്. അതിനെക്കുറിച്ച് കൂടി അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഹർ മുബാറക്, പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഹർ മുബാറക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടും ഇരിക്കും, ജീവനുള്ള പോലെ. അപ്പൊ ഡാൻസ് ഉണ്ട്. ഇനി അത് വിരിയും. അടുത്തതാണ് കാന്തപുരം തന്നെ പറയട്ടെ, അത് വിരിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് മർക്കസിൽ ആദ്യമായി ലഭിച്ച ആ ഷെയർ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ കേട്ടല്ലോ, അത് വിരിയും, ആടും, പ്രസവിക്കും. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ ജനങ്ങൾക്കാണ് കാണിച്ചു കൊടുക്കും പബ്ലിക്കായിട്ട്. ഒരു ക്യാമറ അവിടെ ഘടിപ്പിച്ചു വെക്കുക, എന്നിട്ട് അത് നിങ്ങൾ കൂട്ടിവെച്ചെടുത്ത് വെച്ചോളിയും. പബ്ലിക് ഡൊമൈനിൽ ഒരു യൂട്യൂബിൽ 24 hours ഇങ്ങനെ അത് വിരിയണതും ആടണതും വളരണമൊക്കെ ജനം കാണട്ടെ. ടെക്നോളജിയുടെ കാലല്ലേ. അപ്പൊ എന്താണെന്നറിയോ, എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തള്ളിമറിക്കാം. ആ തള്ളിമറിക്കുന്നതൊക്കെ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് വല്ലതും സ്വീകരിക്കണമെങ്കിൽ അത് ഖുറാനിലും ഹദീസിലൊക്കെ വേണം. ഖുറാനും ഹദീസും എല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ജനം പോയപ്പോൾ പറഞ്ഞു, ഖുറാനും ഹദീസുകളൊക്കെ ആദ്യമേ സ്വീകരിച്ചു പോരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട്, അതാദ്യം കേട്ടൊരു സമൂഹം അവിടെ ഉണ്ട്. അവരെങ്ങനെ അത് സ്വീകരിക്കുന്നുവോ ആചരിക്കുന്നുവോ അതേ രീതിയിലും രൂപത്തിലും അത് സ്വീകരിക്കുകയാണ് വേണ്ടത്.
അല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ കാലിയും കീലിയും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. പരമ്പര വേണം, സനത് വേണം എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അഖ്ഷ അൻ തൻസില അലൈക്കും ഹിജാറത്തൻ മിനസ് സമായി, ആകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ കല്ലുകൾ വർഷിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? അഖൂലു ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ വ തഖൂലു, നിങ്ങൾ പറയാണ് ഖാല അബൂബക്കറിൻ വ ഉമർ, അബൂബക്കറും ഉമറൊക്കെ പറഞ്ഞിരിക്കുന്നു. അബൂബക്കർ ഉമർ എന്നൊക്കെ പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകന്റെ സന്തത സഹചാരികളുടെ വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ പോലും അദ്ദേഹം അഖൂലു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിനോട് യോജിക്കാത്തതോ അതല്ലെങ്കിൽ അതിന്റെ അനുബന്ധങ്ങളോ ഒക്കെ തന്നെ പറഞ്ഞപ്പോൾ ജനങ്ങൾ കൂടുതൽ അബൂബക്കർ ഉമർ എന്നൊക്കെ പറഞ്ഞപ്പോ പറയാ ആകാശത്തുനിന്ന് ഇടുത്തി വീഴും, ആകാശത്തുനിന്ന് ചരൽക്കല്ല് വീഴുന്ന്. അങ്ങനെ ചിന്തിച്ച ഒരു മുൻഗാമികളുടെ വഴിയിൽ സഞ്ചരിച്ചതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, സലഫികൾ പറഞ്ഞു, നമ്മളിങ്ങനെ കണ്ടതും കേട്ടതും സ്വീകരിച്ച് നടന്നാൽ പറ്റില്ല. ഞാൻ ഇനി ഒരു 5-6 കാര്യങ്ങൾ പറയാം. എന്താ? മുടി വിവാദം കൊണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷങ്ങൾ കൊണ്ട് ചില അടിസ്ഥാനപരമായ മാറ്റങ്ങളിലേക്കോ അല്ലെങ്കിൽ താൽക്കാലികമായ സമ്മതങ്ങളിലേക്കോ ഇവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? കാര്യങ്ങൾ ഇങ്ങനെ കണ്ടതും കേട്ടതും സ്വീകരിക്കാൻ പറ്റില്ല, സനദിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ നമ്മൾ ഒരു വട്ടം ഈ പരിപാടി തന്നെ കേട്ടതാണ്. ഒരു വട്ടം കൂടി അദ്ദേഹം പറയട്ടെ, സനദ് ഉള്ളതേ പറ്റൂന്ന് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞോട്ടെ. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര, പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ശരി, സനദ് ഉള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ തൊട്ടടുത്ത് ഈ പെരിന്തൽമണ്ണക്കടുത്ത തൊട്ടടുത്ത് കല്ലിനെ നിങ്ങൾ പൂജിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? അതിന്റെ തെളിവെന്താ? അതിന്റെ സനദ് എന്താ? ഏത് സ്വഹാബിയ ചെയ്തത്? ഏത് സ്വഹാബിയ കാണിച്ചെടുത്തത്? ഇതാ ഇങ്ങനെ വിളക്ക് വെക്കാനുള്ള സനദ് എന്താ? ഇങ്ങനെ കല്ലിനെ പൂജിക്കാനുള്ള സനദ് എന്താ? ഏത് സനദാണ്? പറയൂ നിങ്ങൾ. ഇതിന്റെ രേഖ എന്താ? നിങ്ങൾ ഖബറിങ്ങിൽ ചെയ്യുന്ന ഇത്തരം പരിപാടികളുടെ രേഖ എന്താ? നിങ്ങൾ മരത്തെ പൂജിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ഞങ്ങൾ 100 കണക്കിന് വേദികളിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ സനദ് എന്താ? ഇനി നിങ്ങൾ മുട്ടറുക്കണ പരിപാടി ഉണ്ട്. എല്ലാ പ്രതിസന്ധികളെയും ഒരു തേങ്ങയിലേക്ക് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ തേങ്ങ ഉടക്കണതോടുകൂടെ എല്ലാം തീരുന്നാണ് വിശ്വാസം. എങ്കിൽ മുട്ടറുക്കണ പരിപാടിയുടെ രേഖ എന്താ? എന്താണ് അതിന്റെ രേഖ? മരത്തെയാണ് ഈ മുസ്ലിയാർ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഖബറൊന്നുമില്ല, മരത്തെയാണ് പൂജിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലർക്കെങ്കിലും തോന്നും, എന്ത് ഇതൊക്കെ പറയേണ്ട കാലാണിപ്പോന്ന്. ഇത്തരം വിശ്വാസങ്ങൾ നെഞ്ചിൻ കൂട്ടിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടുകയില്ല. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ഒരു ജനതക്ക് മാത്രമേ പടച്ചോന്റെ സഹായം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കുത്താറാത്തീബ്, ഇതിന്റെ സനദ് എന്താ? ഇതിന്റെ പരമ്പര എവിടെ? ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇതിന്റെ രേഖ എന്താ? ഇനി തീർന്നില്ല. ഖബറിങ്ങൽ പോയി സുജൂദ് ചെയ്യാൻ ആരാ? ഏതെങ്കിലും ആളൊന്നല്ല. കാന്തപുരം പ്രസംഗിക്കണിന്റെ മുമ്പ് ദുആ ചെയ്യണേ ഒരു തങ്ങള്, വൈലത്തൂർ തങ്ങള് അല്ലെ, അയാൾ ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാണ്. നീണ്ട വർഷങ്ങളായി ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉത്തരം? എന്താണ് നിങ്ങളുടെ ഉത്തരം? അത് നിങ്ങൾ പറയണം. ഖബറിനെ തൊവാഫ് ചെയ്യണ ഖബറിടങ്ങളുണ്ട്. ഇങ്ങനെ ഖബറിനെ തൊവാഫ് ചെയ്യാനുള്ള സനദ് എന്താ? ഖബറിങ്ങൽ പോയി തൊവാഫ് ചെയ്യാനുള്ള സനദ് എന്താണ്? ഇനി നിങ്ങൾ നോക്ക്, കോഴിക്കോട് അപ്പവാണിപ നേർച്ച. എന്താ അപ്പവാണിപ നേർച്ചനെ പറ്റി ഒരു വാക്ക് മൂപ്പരെന്നെ പറഞ്ഞോട്ടെ. ഇത് കാലപ്പം ഈ കാലിന് നെയ്യത്താക്കണം, ഈ കാല് വേദനക്കൊക്കെ നെയ്യത്താക്കണ കാലപ്പം, ഈ കണ്ണ് വേദനക്കൊക്കെ നെയ്യത്താക്കണ കണ്ണപ്പം, നാക്ക് ചെറിയതെല്ലാം. ഇത് മനുഷ്യന്റെ എല്ലാ അവയവങ്ങളാണ്. ഈ കാലപ്പം വേണമെന്നുള്ള കാലപ്പം ഉണ്ടാവും, കയ്യപ്പം ഉണ്ടാവും, കണ്ണപ്പം ഉണ്ടാവും. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും ഉണ്ടാവും. ഒന്ന് മൂക്ക്, പല്ല്, ചുണ്ട് വേദന, ചൂടപ്പം, പല്ലപ്പം. അതായത് ശരീരത്തിലെ ഏത് അവയവത്തിനാണോ പ്രശ്നം ആ അവയവത്തിനനുസരിച്ച് അപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. കയ്യിനാണെങ്കിൽ കയ്യിന്റെ കോലത്തിൽ, വയറിനാണെങ്കിൽ വയറിന്റെ കോലത്തിൽ, കണ്ണിനാണെങ്കിൽ കണ്ണിന്റെ കോലത്തിൽ. അത് അപ്പുറത്ത് കൊണ്ടേ കൊടുക്കും, അത് അവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ തന്നെ വിൽക്കും. കൃത്യമായ ബിസിനസ് അല്ലേ? കൃത്യമായ ബിസിനസ്. ഞങ്ങൾക്ക് ഇതൊക്കെ നന്നായി പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ അറിയാം കേട്ടോ. ഞങ്ങൾക്കിനി പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. ശരീരത്തിലെ അവയവങ്ങളെ സംബന്ധിച്ച്, ഓരോ അവയവത്തിൻ്റെയും പ്രശ്നം സംബന്ധിച്ചൊക്കെ ഞങ്ങളെ ചോദിക്കൂല. ഞങ്ങൾ ആരെയും പരിഹസിക്കാനും കളിയാക്കാനും അല്ല എന്ത് ചെയ്യണത്, ഇത്തരം വിഷയാവതരണങ്ങൾ നടത്തുന്നത്. ബാക്കി ജനം കൃത്യമായിട്ട് വായിക്കും, ജനം കൃത്യമായി വായിക്കും. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ഒരു വല്ല ചോദ്യം ഇവിടുന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ പറയും, അല്ലെ അത് വേണ്ടിയില്ല, നമ്മളെ ശൈലിയല്ല. അത് ഞങ്ങൾ അണികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ തിരിച്ചിങ്ങോട്ടും പഠിപ്പിച്ചിട്ടുണ്ട്.
അള്ളാഹു ഇത്തരം രംഗത്തെ നന്മകൾ എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. അപ്പം അതിന് പറയുന്ന കാര്യം എന്താ? ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്. മുടി വിവാദ കാലത്ത് സാക്ഷാൽ പേരോടന് പറയേണ്ടി വന്നു. അങ്ങനെ അവിടെ ഇവിടെ ഉള്ളത് എടുക്കാൻ പറ്റൂല. സനത് വേണമെന്ന് കാന്തപുരം പറഞ്ഞു വെച്ചു. തുടർച്ചയായിട്ട് പേരോട് പറയട്ടെ, കാലിയും കീലിയും പറ്റൂല എന്ന് പേരോടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഇതുപോലെ അങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ഉറപ്പില്ലാത്ത വാക്കുകൾ, ആ വാക്കുകൾ മനസ്സ് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒക്കെയും അല്ലാഹു തആല വെറുത്തു. അപ്പൊ അതൊക്കെ നിരോധിച്ചു. ഞങ്ങൾ ഈ ക്ലിപ്പുകളിലൂടെ തന്നെ പറയണത് എന്തിനാ അറിയോ? ഞങ്ങൾ പറയുമ്പോൾ ഈ ഹദീസൊക്കെ വേറെ ഏതോ അർത്ഥം വെക്കുന്നതാണ്, പറ്റിക്കുന്നതാണ്, വെട്ടണതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ തോന്നണ്ട വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഈ പേരോട് രേഖയായതുകൊണ്ടല്ല, മറിച്ച് ഇവിടെ ഈ പേരോടിന് എൻ്റെ ആയുസിൻ്റെ 10 വയസ്സ് ഞാൻ കൊടുക്കട്ടെ എന്ന് ചിന്തിക്കണ കുറച്ച് സാധുക്കളുണ്ട്. ക്ലിപ്പൊക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ എന്തിനാ അപ്പം അവരെ ക്ലിപ്പിടണമെന്ന് ചിന്തിക്കുന്ന ഒരു 3-ാം കക്ഷി സമൂഹത്തിലുണ്ട്. അവർ സതുദ്ദേശത്തോടെ ചിന്തിക്കണതാ. അവരോടാ പറയണത്, ഈ പേരോട് ഇത് പറഞ്ഞിരിക്കെ ഇവർക്ക് പറ്റുമോ? കണ്ടതും കേട്ടതും അവിടുന്ന് ഇവിടുന്ന് കിതാബിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് തന്നെ മുടിക്കാലത്ത് തെളിഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, ഇവർക്ക് ഇരട്ട മുഖമുണ്ട്. ഇവർക്ക് ഇരട്ട മുഖമുണ്ട്. എന്താ? തജിദൂന ശർറന്നാസി ദുൽ വജ്ഹൈൻ അല്ലദീന യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. എന്താ? ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ, ഏറ്റവും വൃത്തികെട്ടവർ ഇരുമുഖമുള്ളവരാണ്. ഇരുമുഖമുള്ളവർ, ഒരു സ്ഥലത്ത് ഒരു മുഖം, മറ്റേ സ്ഥലത്ത് വേറൊരു മുഖം. ഞാനൊരു ഇരുമുഖം കാണിച്ചാൽ ഒറ്റൊന്ന് മാത്രം, മുടി വിവാദം മാത്രം വെച്ച് 2 മണിക്കൂർ ഇരട്ട മുഖം ഞാൻ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരും. നമുക്ക് വിഷയങ്ങൾ വേറെയും പറയാനുള്ളതുകൊണ്ട് ഈ വിഷയത്തിന് നിശ്ചയിച്ച സമയത്തിൽ നിന്നുകൊണ്ട് പറയാം. ഞാൻ ആരെ കൊണ്ടുവരാം? ഏതെങ്കിലും മൂല്യാരുട്ടിനല്ല, ഇവരുടെ ഫത്വകളുടെ മൊത്തം മുതലാളിയായിട്ടുള്ള ഫത്വകളുടെ മൊത്തം ആള് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്തിനാ ഈ ഉസ്താദിന്റെ പേര് പറയുന്നത്? അദ്ദേഹത്തെ അവഹേളിക്കാനല്ല, അദ്ദേഹത്തിന്റെ മതപരമായ അദ്ദേഹത്തിന്റെ നിലപാടിനോടാണ് വിയോജിപ്പ്. ആ നിലപാട് പറയാൻ വേണ്ടി തന്നെയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ ജാലിയൻ വാല എന്ന് പറയണേ, ഇക്ബാൽ ജാലിയൻ വാല എന്ന് പറയണേ ചോരി സ്ട്രീറ്റിലുള്ള മുടി കൊണ്ടുവന്ന വ്യക്തിനെ കുറിച്ച് അവിടെ പോയി ജാലിയൻ വാലന്റെ ഫുള്ള് ഉള്ളുകള്ളികൾ ഒപ്പിയെടുത്തു കൊണ്ടുവന്ന കാന്തപുരം ഗ്രൂപ്പിലെ തന്നെ പിന്നെ മുഖാമുഖങ്ങളിൽ ചോദിക്കാനും തല്ലാനും ബഹളുണ്ടാക്കാനൊക്കെ പോയിരുന്ന മാഹിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അയാളായിട്ട് ഫോൺ ചെയ്യാണ്. എന്താ പറയണത്? ജാലിയൻ വാലക്ക് ഹറാമും ഹലാലും ഒന്നും അറിയില്ല എന്നാ അദ്ദേഹം പറയട്ടെ. വേറൊന്നും കൂടി പറയുന്നുണ്ട്, അത് ഞാൻ പറയണില്ല, മൂപ്പരന്നെ പറഞ്ഞോട്ടെ. പറയുന്ന പിന്നെ സ്വാലിഹനോട് നേരിട്ട് പറഞ്ഞു ഈ ജാലിയൻ വാലക്ക് അങ്ങനെ സനദിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് അയാളും പറഞ്ഞു. അയാൾക്കൊന്നും അറിയണ്ടാവില്ല, അയാൾക്കൊന്നും അറിയില്ല. അത് ഇന്നലെപ്പം പറഞ്ഞു, അയാൾക്ക് പോയി പെണ്ണുങ്ങളേറ്റാൽ ഒരു പെണ്ണേറ്റ് എന്തായെന്ന് പറഞ്ഞില്ല, കുടുംബത്തിൽ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞില്ല. ആ സംഗതി ഞാൻ പറഞ്ഞപ്പോലെ അതും അയാൾക്ക് അറിയില്ല. ഈ കാരണം അത് ഹറാമാണ്. കണ്ടങ്ങൾ ശരി കണ്ടോ? സ്വകാര്യതയിലെ മുഖം കണ്ടോ? ജാലിയൻ വാലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അയാളുടെ സ്വഭാവത്തൊക്കെ പറ്റി പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ? അയാളെടുത്തുനിന്ന് കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച നിലപാട് ഇനി പറയണത് ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇയാളൊരു മുസീബത്താണ് എന്നാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറയട്ടെ. എന്താ നമുക്ക് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന നിലപാട്? ഞാനത് കൂടി ആലോചിക്കട്ടെ. ഞാനിപ്പോ സുലൈമാൻ കാണട്ടെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ. വല്ലാത്തൊരു മുസീബത്ത് എന്താ ഇത് നമ്മളുടെ സ്വന്തം അതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന സംഗതിയാണത്. അതെ, ഇത് വല്ലാത്തൊരു മുസീബത്താണെന്ന് വേറെയും കുറേ ഉണ്ട്. അയാൾക്ക് കുൽഹു അല്ലാഹു അത് അറിയില്ല, അയാൾ നിസ്കരിക്കലില്ല, ഒക്കെ പറയുന്നുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പോണില്ല. കുൽഫു അല്ലാഹു അത് നമ്മൂപ്പര് പറയാന്നാണ്. കുറേ മാസങ്ങളായി ഞാൻ ഈ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടില്ല, അപ്പോൾ ജുമാക്കും പോകലില്ല എന്നാണ്. ഇങ്ങനത്തെ വ്യക്തി, ആ വ്യക്തിയുടെ ഈ കഥകൾ മുഴുവൻ പുറത്തു വന്ന് അവസാനം ഇവരെല്ലാവരും കൂടി ഇവരൊക്കെ തമ്മിലുള്ള സെറ്റിലാക്കിയതിൻ്റെ ശേഷം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തിയൊരു പ്രസംഗമുണ്ട്. എന്താ പ്രസംഗം? നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേൾക്കുക. അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് അദ്ദേഹം കൊടുത്ത വെള്ളം, മരിക്കുമ്പോൾ കൊടുത്ത വെള്ളം ഇക്ബാൽ ജാലിയൻ വാലന്റെ മുടിയിട്ട വെള്ളമാണ് എന്ന് അദ്ദേഹം പറയട്ടെ. എൻ്റെ വന്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉമ്മാക്ക് മുക്കിക്കൊടുത്തത്, വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. സമുദായമേ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിരിയും കൂടി ഒന്ന് ഓർത്തു വെച്ചിട്ട്, ഫോൺ സംഭാഷണത്തിലെ ചിരിയും കൂടി ഒന്ന് ഓർത്തു വെച്ചിട്ട് ഇത് കേട്ടോളി.
നമ്മളെ ഖബർക്ക് പോകും, ഒരു ഉസ്താദും വരൂല. നമ്മുടെ ഖബറിൽ ഇങ്ങനെ ചെരിച്ച് കടത്തും, മേലെ കല്ല് വെക്കും, മണ്ണിട്ട് ജനം പോരും, തക്ബീർ ധ്വനികൾ മുഴക്കിയ ഒരാളും പിന്നെ വഴിക്കുണ്ടാവില്ല. ഈ പറയുന്ന ഉസ്താദുമാരൊക്കെയാണ് സത്യം, അതിനപ്പുറം സത്യമൊന്നുമില്ല. അവരൊക്കെ ആയിരക്കണക്കിന് ഹദീസ് പഠിച്ചവരല്ലേ. മുജാഹിദ് മൗലവിമാർക്ക് എന്താണ് അറിയാ എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന സമുദായമേ, ജനങ്ങളെ, നിങ്ങൾ കൃത്യമായി ഓർക്കുക. എന്താ? കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഓരോ വ്യക്തികളെയും ഏകന്മാരായി ഒറ്റക്കൊറ്റക്ക് കൊണ്ടുവരുന്ന ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് നിങ്ങൾ മറക്കരുത്. ഓരോ വ്യക്തിക്കും തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ഓരോരുത്തർക്കും അവർ ചെയ്തത് കിട്ടും. ഫലാ തസിറു വാസിറതൻ വിസ്റ ഉഖറ. ഒരാളും വേറൊരാളുടെയും പാപഭാരം ഏൽക്കുകയില്ല. അല്ലേ? ഒരാളുടെയും പാപഭാരം ഏൽക്കുകയില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ അവന്റെ പരിശ്രമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ആ മുടിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും അയാളെക്കുറിച്ചൊക്കെ ദുഷിച്ചു പറഞ്ഞതിന്റെ ശേഷം ഒന്നുകിൽ പച്ച നുണ ജനങ്ങളെ ഈ ഒരു വിവാദം കെട്ടൊതുക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാനെ അയാൾ ചതിച്ചു. അല്ലേ? പെറ്റുപോറ്റി പ്രസവിച്ച് വളർത്തിയ ഒരു പണ്ഡിതനാകണം, എനിക്ക് നല്ല നിലക്ക് കെലിമ ചൊല്ലിത്തരണം എന്ന് വിചാരിച്ച ആ ഉമ്മാനെ അയാൾ ചതിച്ചു. ഈ ജാതി ചതിയന്മാരെയും വഞ്ചകരെയും നേതാക്കളാക്കി നടക്കുന്നവർ നാളെ പരലോകത്ത് വരുമ്പോ അന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്. പടച്ചോനെ, അവർക്ക് നീ ഇരട്ടിക്കരട്ടി ശിക്ഷ കൊടുക്ക്. വലഅനഹും ലഅനൻ കബീറാ. അവരെ നീ ശക്തമായി ശപിക്ക് റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ കാലിന്റെ ചോട്ടിലേക്ക് അവരാക്കിക്കൊണ്ട ഞങ്ങളവരെ ചവിട്ടി മതിക്കട്ടെ റബ്ബേ. ഇത് പറയുന്ന ഒരു പരലോകമുണ്ട്, അത് ഓർത്തോളി. എന്നെ കേൾക്കണോല് ഏതോ ചില സുഹൃത്തുക്കളൊക്കെ ഭയങ്കര വൈകാരികമായിട്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. കുരക്കണ 4 കാലുള്ളൊരു ജീവിൻ്റെ പേരൊക്കെ ഫൈസൽ മൗലനെ വിളിച്ചത് കണ്ടു. പണ്ഡിതനാണ്, ഒരു പണ്ഡിതനാണ് വിളിച്ചത്, കമൻറ്റിൽ കണ്ടു. പണ്ഡിതനല്ലെങ്കിൽ ഞാനിതിവിടെ പരാമർശിക്കൂല. കല്ലെടുത്ത് എറിയിടിന് പകരമുള്ളതാണ്. അല്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങളതൊക്കെ നിങ്ങൾക്ക് എപ്പോഴോ വിട്ടുന്നു. ഞങ്ങളെ വിഷയം എന്താ അറിയോ? സമുദായം രക്ഷപ്പെടണം, അവർക്ക് ഈ വിഷയത്തിൽ തിരിച്ചറിവുണ്ടാകണം എന്നുള്ളത് മാത്രമാണ്. ഇനിയും സ്വകാര്യ സംഭാഷണമുണ്ട്. ഒരു സ്വകാര്യ സംഭാഷണത്തിൻ്റെ കൂടെ ഒരു ഭാഗം ഈ അടുത്ത പ്രദേശത്തുകാരനായി ഇവിടെയൊക്കെ മുജാഹിദുകളെ വെല്ലുവിളിച്ച് നടന്നൊരു ഏലംകുളത്തുള്ളൊരു മുസ്ലിയാരുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന വ്യക്തിയും തമ്മിലുള്ള സംഭാഷണം കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചെറിയ കിസ്താവിന് ചാടി. ചെറിയ കിസ്താവ് പറഞ്ഞ് നമ്മള് ചേരാൻപാർക്ക് പള്ളിയുടെ ഉണ്ടാക്കുന്നത് ഓരെന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്? നമുക്ക് കിട്ടിയ 2 ഷെയറില് ഒരു ഷെയർ മർക്കസിലും വെക്കും, ഒരു ഷെയർ ചേർന്നപാർക്ക് പള്ളിയിലും വെക്കും. അത് കിസ്താവിന്റെ പെരീക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര ഷെയറാ മർക്കസിലും വെച്ചു? അപ്പൊ ചെറിയ കിസ്താവിന് 5 ഷെയർ വേണം. അപ്പൊ ഈ കിസ്താവ് 3 ഇട്ട് 2 3 എത്ര ആവട്ടെ എന്നോട് പറഞ്ഞു. അതേ സമതന്നരിയുണ്ട്. സമതന്നരി സ്റ്റേജ് മൊത്തം അതേ ശൈലിയില് അതിലൊന്നും കൊണ്ടുവന്നിരുന്നില്ല, അതേ ശൈലിയിലേ. അപ്പൊ മർക്കസിലുള്ള ഉസ്താദന്മാർക്ക് അവിടെ എത്ര ചേരണ്ടെന്ന് അറിയില്ല. അത് കലക്കി. ഞങ്ങൾക്ക് ചിരി വരൂല. ഈ സദസ്സിൽ കാര്യമായിട്ട് ആരും ഒന്ന് കുലുങ്ങി ചിരിക്കണമെന്ന് ഞാൻ കണ്ടില്ല. എന്താ കാര്യം എന്നറിയോ? ഇത് സമുദായത്തെ പറ്റിക്കാണ്, പാവങ്ങളെ പറ്റിക്കാണ് ഇവര്. സ്വകാര്യതയിൽ ഇങ്ങനെ മുഴുവൻ പറഞ്ഞിട്ട് അവസാനം ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ മുടങ്ങുന്നു കാണുമ്പോ എന്താ ചെയ്യണേ? ഇതിനാണ് സറണ്ടർ ആയി കൊടുക്കുക. ഞാൻ വ്യാജമായി പറയണമെന്നല്ല, നിങ്ങൾ നിഷേധിച്ചാല് ഓരോന്നും ഇതേപോലെ വോയിസായി രഹസ്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പുറത്തുവിട്ട് ഞങ്ങൾ എടുത്തു തരും. എന്താ ഡൊമസ്റ്റിക്, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, സാലറി. ഞാൻ എന്താ തുറന്നു പറയാതിരുന്നത്? കാന്തപുരത്തിൻ്റെ സെക്രട്ടേറിയറ്റ് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സാലറിയെ കുറിച്ച് ഓർത്തിട്ടാണ്. പിന്നെ മനക്കത്തോണ്ടാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. അപ്പം ജനങ്ങളെ, ഞങ്ങൾ ഇതിവിടെ ദീർഘമായി പറയാണ്. പൗരോഹിത്യങ്ങളുടെ പ്രശ്നം ദുന്യാവിലെ ജീവിതമാണ്. അവർക്ക് പരലോകത്തന്നെ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് വലിയൊരു കഥയാണ്. ഇങ്ങനത്തെ സ്വകാര്യ സംഭാഷണത്തിൽ ചിലപ്പോൾ അതും പറയുന്നുണ്ടാകും. അതൊക്കെ നോക്കാം, നമുക്ക് ഇന്ന് മുൻഗണനയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും കൈകാര്യം ചെയ്ത് വിടാൻ നടക്കാൻ ചിലപ്പോൾ പറയുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ അതല്ലേ തോന്നുക?
അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, സനത് വേണം, തെളിവ് വേണം എന്ന് സമ്മതിക്കേണ്ടടുത്തേക്ക് എത്തി. 2, ഇവരുടെ മുഖം ശരിക്കും മനസ്സിലായി. 3, ഇവർ കളവ് പറയുന്ന 100 വട്ടം 2 മണിക്കൂർ വെച്ച മുടി വിഷയത്തിൽ മാത്രം പറഞ്ഞ കളവ് തിരിച്ചു മറിച്ചുവിടാൻ ഞങ്ങൾക്കുണ്ട്. എന്താ ഇവിടെ മുസ്തഫായി പറഞ്ഞു, ആദ്യം ഒരു സനത്തിന് വായിച്ചു 10,000 സാക്ഷി നിർത്തി. ഏതാ സ്ഥലം? മർക്കസ് സമ്മേളനം. അവസാനത്തെ പ്രവർത്തകനെയും നുള്ളി പൊറുക്കിയെടുത്ത് കൊണ്ടുവരുന്ന സമ്മേളനമാണ്. വളരെ വളരെ മനഃശാസ്ത്രപരമാണ് തീരുമാനം. അവിടുന്നാണ് വായിച്ചു. ഉടനെ ആണ് തക്ബീർ ചൊല്ലി. അടുത്ത ദിവസം ഈ സനതും വേണ്ടി എല്ലാവരും കൂടി ചോദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു അത് നസബയാണ്. അതാർക്കല്ലാത്ത? എൻ്റെ വാപ്പ അബ്ദുൽ ഖാദർ, മൂപ്പര വാപ്പ അബ്ദുള്ള, മൂപ്പര വാപ്പ അങ്ങനെ ഉണ്ടാവും. അതാർക്കും ഉണ്ടാവും. അത് ഗോപാലനും ഗോവിന്ദനും പിന്നെ ജെയിംസിനൊക്കെ ഉണ്ടാകും നസബ. അപ്പൊ സനദില്ലേ എന്ന് വെച്ചപ്പോൾ അടുത്ത പറഞ്ഞു എന്ത്? ദാ സനദിന്റെ കണ്ടോളി ക്ലിപ്പുണ്ട് ഞങ്ങളെടുത്ത്, ദാ കണ്ടോളി. ക്യാമറക്ക് വരാതെ നോക്കി. കാരണം ക്യാമറക്ക് വന്നാൽ അതിന് സ്റ്റില്ലടിക്കും, പിന്നെ അതിൻ്റെ എടുക്കും, വായിക്കും. അപ്പോൾ ആരോ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ അങ്ങനെ കാട്ടിയ സനതൊന്ന് കാണിച്ചു തരുമോ? അതിപ്പോൾ എൻ്റെ അടുത്തല്ല, അത് മൂപ്പരടുത്ത് തന്നെയാണ്. ആരെടുത്ത്? ജാലിയൻ വാലൻ്റെ അടുത്ത്, മറ്റേ ഗൾഫിൽ നിന്ന് വന്ന ചങ്ങായിൻ്റെ അടുത്ത്. അയാളേതോ ടൂറിലാണ്. ഇതൊക്കെ ഉണ്ട് ഞങ്ങളടുത്ത്. ഇനി വേറൊന്ന് കാണിക്കാം. കാന്തപുരം പറയാണ്, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത, അതായത് സഹാബത്ത് സുൽഹ് ഹുദൈബിയയിൽ ഹുദൈബിയ സന്ധിയുടെ അടിസ്ഥാനത്തിൽ ഉംറയിൽ നിന്ന് വിരമിച്ച പ്രവാചകൻ മുടി മുറിച്ചിട്ട് നബി ഉംറയിൽ നിന്ന് വിരമിച്ചു എന്നറിയിക്കാൻ വേണ്ടി മുടി വിതരണം ചെയ്തു. അബൂ ത്വൽഹയാണ് അത് കൊടുത്തത്. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അന്ന് കൊടുത്ത അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ആ മുടി അതാണ് കൊണ്ടുവന്നത് എന്ന് ആര് പറയണ്? കാന്തപുരം പറയട്ടെ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടുന്ന് ഏൽപ്പിച്ചതനുസരിച്ചുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന. നഞ്ഞി പേരോടാണല്ലോ മുന്നണി പോരാളിയായി ഈ വിഷയത്തിൽ സംരക്ഷകനായി രംഗത്ത് വന്നത്. മൂപ്പരൊന്ന് പറഞ്ഞോട്ടെ. പിന്നെന്താ പറഞ്ഞ്? കാന്തപുരം മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് ഹജ്ജത്തുൽ വദായിന് അബൂ ത്വൽഹ വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സനദോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നുമാണ്. 10 വർഷമായി ഞാനും ഫളിൽ തങ്ങളും തിരുകേശത്തിനു വേണ്ടി ഖസർജിയുടെ പിന്നിൽ നടക്കുന്നു. അവസാനം തിരുനബിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന് ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു. ഇങ്ങനെ സ്വപ്നം ഉണ്ടായിട്ട് കൊടുത്തു തന്നെ കാന്തപുരമല്ല അത് പറഞ്ഞ്, ആ ഖസറജി തന്നെയാ പറഞ്ഞത്, അല്ല കാന്തപുരം പറഞ്ഞതല്ല. പിന്നെ ഹജ്ജത്തുൽ വദായിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മുടി വിതരണം ചെയ്തിരുന്നു എന്ന് ഉസ്താദ് അവர்கள் പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദ് അവர்கள் പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഹജ്ജത്തുൽ വദായിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മുടി വിതരണം ചെയ്തിരുന്നു എന്ന് ഉസ്താദ് അവர்கள் പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദ് അവர்கள் പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനന്നാർ. മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്നവൻ അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്തോട്ടെ എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഇനി 4-മത്തൊരു കാര്യം, മരിച്ചവരോട് ചോദിച്ചാൽ കിട്ടും, അവർ പ്രതികരിക്കുന്നുള്ളതൊക്കെ പൊളിഞ്ഞു മുടി വിവാദത്തിൽ. എന്തൊക്കെയാ പൊളിച്ചടിച്ച്? എന്തൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്ത് വിളിക്കാനുള്ള ആഹ്വാനം, ഭയങ്കര ആഹ്വാനം എന്ന് കേട്ടോളി. കുറച്ചു കാലം കേട്ടിട്ടുണ്ടാവില്ല. ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, കുത്തുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കുത്തുബുസ്സമാന് റബ്ബിനോട് വല്ലതും. അതെ, അള്ളാഹിനോട് ചോദിക്കണില്ലേറെ നല്ലത് ശേഖന്മാരോട് ചോദിക്കില്ലെന്ന് അവരെ വാദം. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാന്ന് നിഷേധിക്കും, ഇല്ലാന്ന് നിഷേധിക്കുക, അപ്പം നിങ്ങൾ കാണിക്കും. ചോദിക്കാൻ ഏറ്റവും നല്ലത് ഔലിയാക്കളോടാണെന്ന് അവരുടെ വാദം. എന്നാൽ ഒരു പത്രസമ്മേളനത്തിൽ ഒരു നദ്വി സാഹിബ് അദ്ദേഹം പറയാ, ഇവർ സനത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ദുബൈയിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ദുബൈക്ക് പോയിക്കൂടെ? അപ്പോൾ അദ്ദേഹം പറയാം, അവിടെ ചെല്ലുമ്പോൾ ഇവർ പറയും മൊഹീദ്ദീൻ ഷേഖിന്റെ അടുത്ത് എന്നോട് ചോദിക്കാൻ എന്നാണ്. ഒന്ന് പറയട്ടെ മൂപ്പര്. ഇനി അബൂദാബിയിലേക്ക് ചെന്നാൽ ഈ മുടി കൊടുത്ത കക്ഷി എനിക്ക് ഇന്നാളാ തന്നിരുന്നത്, മൊഹീദ്ദീൻ ഷേഖ തന്നിരുന്നത്, അദ്ദേഹത്തിനടുത്ത് ബഗ്ദാദിൽ ചെന്ന് ചോദിക്കാൻ അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. എനിക്ക് മുടി തന്ന ആളും സനത് തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മുടി തന്നത് മൊഹീദ്ദീൻ ഷേഖാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്.
അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ്. അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞ പൊളിഞ്ഞില്ലേ? അവിടെ ചെന്നാല് മൊഹീദ്ദീൻ ഷേഖിനോട് ചോദിക്കാൻ പറയുന്നത് എളുപ്പല്ലേ? ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം അല്ലേ? ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. പൊളിഞ്ഞു. മുടി വിവാദത്തിൽ ഇതും പൊളിഞ്ഞു. അപ്പോ ഈ നദ്വി സാഹിബ് അങ്ങനെ അല്ലെങ്കിൽ ഒരു മുജാഹിദ് ആശയൊക്കെ ഉള്ള ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഒരു വഹാബി ആശയൊക്കെ ഉള്ള ആളാണെന്നാണ് പൊതുവെ പറയാം. എന്നാ ശരി, ഭയങ്കര 22 ക്ലാരിറ്റി ഉള്ള ആളുണ്ടല്ലോ, മൂപ്പരനെ പറയട്ടെ, കണ്ണിയത്ത് ഉസ്താദെ മരിച്ചു പോയിട്ടുള്ളൂ എന്നാ. മറ്റേതോ ഒരു മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കണ മുസ്ലിയാരും മരിച്ച ആളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയട്ടെ. ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്ണിയത്ത് ഉസ്താദാണെങ്കിൽ ഇപ്പൊ പോയി ചോദിക്കാൻ കഴിയില്ല, വഫാത്തായി പോയിരിക്കുന്നു. EK ഉസ്താദാണെങ്കിൽ വഫാത്തായി പോയിരിക്കുന്നു. ഇത് ഹംസക്കുട്ടി മുസ്ലിയാരാണ്. ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്ണിയത്ത് ഉസ്താദാണെങ്കിൽ ഇപ്പൊ പോയി ചോദിക്കാൻ കഴിയില്ല, വഫാത്തായി പോയിരിക്കുന്നു. മനസ്സിലായില്ല നിങ്ങൾക്ക്? പൊളിഞ്ഞു. നിങ്ങളത് മുഴുവൻ പൊളിഞ്ഞു. ഒരു മുടിക്കട്ടം കൊണ്ടുവന്നപ്പോ താച്ച് പൊളിച്ചിട്ടുണ്ട്, എല്ലാതും പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി മറുപടിക്ക് നിങ്ങൾ വരില്ലെന്ന് ഞങ്ങളെ പഴയ ശൈലി പറഞ്ഞ മൂക്കയറിട്ട് വിളിച്ചാൽ വരൂല കേട്ടോ. തൽക്കാലം എൻ്റെ സഹപ്രവർത്തകരൻ ക്ഷമിച്ചളി കേട്ടോ. മൂക്കയറിട്ട് വിളിച്ചാൽ ഞങ്ങൾ വരൂല, ഞങ്ങൾക്കറിയാം. ഈ വിഷയത്തിൽ പെരിന്തൽമണ്ണയിലെ ഇവിടെ ആകെ 15,000 ഉറുപ്പിക എടുത്താൽ ഈ ഹോള് കിട്ടും. വെക്കിങ്ങൾ പരിപാടി വെച്ചിട്ട് മറുപടി പറയുന്നതിന് ഞങ്ങൾ ക്ലിപ്പ് മുറിച്ചതാണെങ്കിൽ മുറിച്ചതാണെന്ന് പറയൂ, കട്ടതാണെങ്കിൽ കട്ടതാന്ന് പറയൂ. അപ്പൊ കാണാ പിടിച്ചതിലേറെ വലുത് മാളത്തില്, പിടിച്ചതിലേറെ വലുത് മാളത്തില്. ഒരു ബേജാറും നിങ്ങൾക്ക് ആവശ്യമല്ല. ഇനി അപ്പൊരു സംശയം എന്താ അറിയോ? ഇതിനൊരു മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. എന്താ? അങ്ങനെയാണെങ്കിൽ അള്ളാഹിനോടൊന്ന് ചോദിച്ചാൽ അള്ള പറയോന്ന്. അതിന് അള്ള അങ്ങനെ പറഞ്ഞിട്ടില്ലേ. അള്ള പറഞ്ഞത് 3-1 കോലത്തിൽ ഉത്തരം തരുന്ന. ചോദിച്ചാൽ ചിലപ്പോൾ അപ്പം തന്നെ തരും, അല്ലെങ്കിലോ ചോദിച്ചതിന് പകരം വേറൊന്ന് തരും, അല്ലെങ്കിലോ പരലോകത്തേക്ക് അതൊരു പുണ്യേറ്റ് വെക്കും. നിങ്ങൾ പറഞ്ഞതോ ശൈഖന്മാരോട് ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഇതാ ജയിലിൽ നിന്ന് പെട്ടെന്ന് അത്ഭുതകരമായി ഒക്കെ പ്രത്യക്ഷപ്പെട്ട് മോചിപ്പിച്ച കഥ ഉണ്ടല്ലോ, ഒന്നുകൂടി കേട്ടോളി. വെള്ളിമാട് മുന്നിലുള്ള ഒരു വീരാനാജി ഒരിക്കൽ എന്നോട് ശിരവള്ളി എന്ന് പറയണ്ടേ, മോനെ ഇത് ആരായി കിടക്കുന്ന എനിക്കറിയോ, ഈ മഹാനായ മടവൂരിനെ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് വീരാനാജി മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി, നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ. ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാൻ കുറച്ചെല്ലാണെന്ന് വിഷമിച്ച് 1-2 ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ 2-ാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എന്തിനാ ഈ ഷെയ്ഖിൻ്റെ അടുത്തിങ്ങനെ പോയാൽ? എൻ്റെ ഒരു ഷെയ്ഖാണല്ലത്, എപ്പോഴും മൂപ്പരായിട്ട് CM വലിയതായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ ചിന്തിച്ചു പോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ, എന്തെങ്കിലും തുറപടി, ഇതൊക്കെ കാണിയല്ലോ മൂപ്പര്. അങ്ങനെ ഒരൊറ്റ വിളി ഷെയ്ഖേന്ന്. അയാൾ ഷെയ്ഖിൻ്റെ വള്ളിൻ്റെ പടിഞ്ഞാറ് തെരുവ് നിന്നോട് പറയരാ മോനെ, ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചതിൻ്റെ ശേഷം നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന് എൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കുറേ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ ഓർ സംസാരിച്ച് ഇയാൾ കുറ്റവിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിൻ്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുവന്നിട്ട് എൻ്റെ റൂമിലാക്കി. പിന്നെ ഞാൻ മൂപ്പരെ കാണില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെയാ മോനെ പോകുക? രാവും പകലും ആൾ ഇങ്ങനെ ഉണ്ടാവും. തള്ളു സെർഫാക്കാൻ കൊടുക്കണം. തള്ളാനി തള്ളൂന അല്ലേ? നിങ്ങളുടെ നിലപാട് ഇതാണ്. നിങ്ങളെ നിലപാട് ഇത്. അങ്ങനെയാണെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് പറയണേ, ഉസ്താദെ ചോദിച്ച അപ്പം മറുപടി വരണം. മൊഹീദ്ദീൻ ഷേഖിൻ്റെ അടുത്ത് ബഗ്ദാദിൽ പോകണ്ട, ഇവിടുന്ന് തന്നെ കിട്ടണം. ഇതിൻ്റെ ഈ സനത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ മൂപ്പര് കറക്റ്റ് പറയണം. അതങ്ങളെ വാദം. ആ വാദവും പൊളിഞ്ഞു. ഇനി 5-ാമത്തെ കാര്യം എന്താ അറിയോ? മാല മൊത്തം പോയി. മാല ഞങ്ങൾ വല്ലപ്പോഴെന്ന് കുറച്ചെണ്ണം കളഞ്ഞിട്ടുണ്ട്. ആ കളഞ്ഞതൊന്നോട് കേട്ടോട്ടെ ആദ്യം. സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടിയല്ലേ, അതൊക്കെ പോലെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതൊന്നും അംഗീകരിക്കൂല. ആകെ 12 മൂപ്പര് അംഗീകരിക്കുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? 1 മങ്കൂസ്, 2 മൊഹീദ്ദീൻ മാല. ഇനി മങ്കൂസോ? മങ്കൂസിന്റെ തീരുമാനമായി കേട്ടോളി. ഇനി സുഹൃത്തുക്കളെ, കിതാബും കൊണ്ടുവാ, എന്നിട്ട് പറയാൻ മതി. മങ്കൂസ് മൗലൂദ് തള്ളിയതെന്താ?
قال علي بن زيد رحمه الله كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم. മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞു? അതിന് സഹീഹായ സനദില്ല എന്ന് തള്ളി മങ്കൂസ് മൗലിദ്. നിങ്ങളിപ്പോ പറയുന്നത് സഹീഹായ സനദില്ലേ, തള്ളണം. മങ്കൂസ് മൗലിദ് തള്ളാനുള്ള ഏർപ്പാടാ, തുടക്കാണിത്. കണ്ടോ? അപ്പൊ സനത് വേണമെന്ന് നേരത്തെ പറഞ്ഞത് ഇയാൾ തന്നെയാണ്. കാലിയും കീലിയും പറ്റൂല എന്ന് പറഞ്ഞത് ഇയാൾ തന്നെയാണ്. എന്നാലോ വാദം മുന്നോട്ട് പോയപ്പോ എന്താ, സനത് വേണം എന്ന വാദം അംഗീകരിച്ചാൽ മങ്കൂസ് മൗലിദും തള്ളേണ്ടി വരും. ഈ കേക്കാരോട് പറയാണ്, നിങ്ങൾ സനത് വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ നമ്മളെ മങ്കൂസ് മൗലിദിന് സനദില്ല, അതോടെ അതിന്റെ കഥയും കഴിഞ്ഞു. ഇനിയിപ്പോ ഏതാണുള്ള മൊഹീദ്ദീമാലല്ലേ, മൊഹീദ്ദീമാലയും കൂടി തീരുമാനാക്കി തരാം, മൂപ്പരെന്നെ പറയട്ടെ. പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല. നിങ്ങളെ പുതിയ ആശയം ഞങ്ങളെ മൊഹീദ്ദീമാല തള്ളാനാ. എന്റെ വേദം വിളമ്പിപ്പറവാൻ മടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അള്ളാന്റെ റസൂലിന്റെ ഉമിനീര് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്. ആ മങ്കൂസ് മൗലിദ് അംഗീകരിക്കാത്തവൻ, മുഹീദ്ദീൻ മാല അംഗീകരിക്കാത്തവൻ സുന്നിയല്ല, അവനെ തുടരാൻ പറ്റൂല. 18ാം സമ്മേളനം പ്രമേയം, മീഞ്ചന്തയിലെ സമ്മേളനം, സമസ്തയുടെ സമ്മേളനം, എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട്. ഓ, സമസ്തയുടെ പേര് പറയുന്നത് നിർത്തൂ. മുഹീദ്ദീൻ മാലയിൽ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ തുപ്പിക്കൊടുത്തതില്ലേ, അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ ആലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ. 18ാമത്തെ സമ്മേളനമല്ല, 18ാമത്തെ അടവാ. ഒരാളൊച്ച, 2 വിളി, 2 നൊലോളി അയിമെടുത്ത്. അതൊക്കെ കാലം കഴിഞ്ഞു. സോഷ്യൽ മീഡിയ കാലത്ത് ജനങ്ങളെ എല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പോ. എന്നിട്ട് സമസ്തന്റെ പ്രമേയത്തിൽ അതുണ്ട്. സമസ്തന്റെ പ്രമേയം എടുത്തോണ്ട് തോട്ടുകിടാന്നല്ലാതെ ഖുറാനും സുന്നത്തും ഹദീസും ഇസ്ലാമും സ്ഥിരപ്പെട്ടാൽ പിന്നെ എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബൂബക്കർ, ഉമർ, ഇവർ രണ്ടുപേരുടെയും പേര് കൂടുതൽ പറഞ്ഞപ്പോഴാ ആകാശത്തുനിന്ന് ചരൽ വർഷം ഇറങ്ങും, കല്ലുമഴ ഇറങ്ങും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്. ഇനി സുഹൃത്തുക്കളെ, മൂപ്പരനെ ഒന്നും കൂടി ആ സ്വപ്നം തീരുമാനാക്കിക്കോട്ടെ. സ്വപ്നത്തിലൂടെ വരുന്നത് സ്വീകരിക്കാൻ പറ്റുമെന്ന് മൂപ്പരനെ പറയട്ടെ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അപ്പോ ഇത് ഉലമാക്കളുടെയും ഔലിയാക്കളുടെ ഒക്കെ കാര്യമാണ്. റസൂലുള്ളാഹിയുടെ സ്വപ്നമല്ല എന്നാണ് പറയാനുള്ള മറുപടി. നിങ്ങൾക്കുള്ള മറുപടി അതിന്റെ 2ാമത്തെ ഭാഗത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ? സ്വഹീഹായ ഹദീസിനും കിതാബിനെതിരെ ഒരു സ്വപ്നവും സ്വീകാര്യമല്ല. അത് നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയും ധാരാളം കാര്യങ്ങൾ എണ്ണാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങൾ, നമ്മുടെ അടുത്ത് നല്ല ഫോണുകളുണ്ട്, വാട്സാപ്പ് ഉണ്ട്, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക. ആളുകൾ വിഷയം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ശരിയായ വഴിയിലേക്കുള്ള യാത്ര അതിശക്തമായി നടക്കും. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂല് നാളെ പരലോകത്തൊരു രംഗം പറയുന്നുണ്ട്. എന്താ? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ റബ്ബേ, എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളയുകയായിരുന്നു. എന്താണ് ഈ തള്ളിക്കളയല്? എന്താണ് ഈ തള്ളിക്കളയൽ എന്ന് പറയുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞു, തർക്കു തദബ്ബുരിഹി വ തഫഹുമിഹി മിൻ ഹജ്റാനിഹി. ഖുർആനിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയും പഠനവും അർത്ഥം പഠിക്കലും ഒക്കെ ഉപേക്ഷിക്കൽ, അത് തീർച്ചയായും ഖുർആനിനെ തള്ളിക്കളയലാണ് എന്നാണ്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് എല്ലാ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നാട്ടുകാരോടും എന്നെ കേൾക്കുന്നവരോടും യൂട്യൂബിൽ പിന്നെ ശ്രദ്ധിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ചില ഉസ്താദുമാരുടെ വീഡിയോകളൊക്കെ നമ്മൾ കൊണ്ടുവന്നത് അവരെ വ്യക്തിപരമായി അപമാനിക്കുക എന്നുള്ളതൊന്നുമല്ല. അവർ പറയുന്ന വിഷയങ്ങൾ കപടമാണ്, വ്യാജമാണത്, പ്രാമാണികമല്ല, അത് ഇസ്ലാമികമല്ല എന്ന ബോധ്യത്തിനു വേണ്ടിയാണ്. നമ്മുടെ കണ്ണു മലക്കുമ്പോൾ നമ്മുടെ റൂഹ് നമ്മളെയും വിട്ട് പാറി പറക്കുന്നത് ആ കണ്ണുകൾ കാണുമ്പോൾ അവിടെ പടച്ചോനെ എനിക്ക് നീ ആയുസ്സിനെ തന്നാൽ ഞാൻ തിരുത്തിക്കോളാം എന്ന് പറയുന്ന ഒരു രംഗം വരാനുണ്ട് എന്നാണ്. നരകത്തിന്റെ കാവൽക്കാർ
മലക്കുകൾ മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. എത്ര വട്ടം മുൽക്കോതുന്നുണ്ട്. എന്നെ കേൾക്കണ സഹോദര, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മുൽക്കിലെ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? നരകത്തിന്റെ കാവൽക്കാരായ 19 മലക്കുകൾ അവര് മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ ചോദിക്കാണ്, അലം യഅതികുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ല മനുഷ്യന്മാരെ, നിങ്ങൾ എന്തേ ആ മുന്നറിയിപ്പുകാരെ സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ ആലോചിച്ചില്ല, ഞങ്ങൾ പഠിച്ചില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നരകത്തിന്റെ ആളുകളാകുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് വിശദമായി നിങ്ങൾക്ക് പഠിക്കാൻ വിസ്ഡം ഗ്ലോബൽ ടിവിയിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകളുണ്ട്, മുഖാമുഖങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. ഇസ്ലാമികമായ പഠനത്തിന് വിസ്ഡം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുടുംബപരമായ വിഷയങ്ങൾ, ദാമ്പത്യ സംബന്ധമായ വിഷയങ്ങൾക്ക് സ്നേഹക്കൂടി പീസ് റേഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മശാസ്ത്ര രംഗത്തെ സംശയങ്ങൾ തീർക്കാൻ യൂട്യൂബിൽ തന്നെ അൽ-ഇജാബ എന്ന ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പീസ് റേഡിയോ എന്ന വൈജ്ഞാനിക സംരംഭമുണ്ട്. എല്ലാ രാവിലെയും 5 മിനിറ്റ് വരുന്ന നേർവഴിയുണ്ട്. ഒറ്റ ടെക്സ്റ്റിൽ ഒരു ഡിസൈനിൽ മനോഹരമായി വരുന്ന വഴിവിളക്കുണ്ട്. എല്ലാ വൈകുന്നേരവും ഇറങ്ങുന്ന 1 മിനിറ്റ് വീഡിയോ ഉണ്ട്, 1 മിനിറ്റ് ടോക്കുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് വൈജ്ഞാനിക സംരംഭങ്ങളിലൂടെ ഇപ്പോൾ പീസ് റേഡിയോ അതിൻ്റെ കോഴ്സ് എത്ര പ്രായമായാലും പണ്ട് പഠിച്ചതുപോലെ കോഴ്സ് പഠിക്കാനുള്ള, എഴുതി പഠിക്കാനുള്ള, പരീക്ഷ എഴുതാനുള്ള, മോഡൽ പരീക്ഷ എഴുതാനുള്ള ഏറ്റവും മതരംഗത്ത് വളരെ മനോഹരമായ ഒരു സംരംഭം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ബാലവേദിയുണ്ട്. കോളേജിലേക്ക് എത്തുമ്പോൾ അറബിക് കോളേജിൽ സംവിധാനമുണ്ട്, പ്രൊഫഷണൽ കോളേജിൽ സംവിധാനമുണ്ട്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ മഹത്തായ ഒത്തുകൂടൽ പ്രോഫ്കോൺ തൊട്ടടുത്ത മാസം വരാനിരിക്കുകയാണ്. അധ്യാപകരെ പ്രത്യേകം സംഘടിപ്പിച്ച് ടീച്ചേഴ്സ് കോൺഫറൻസ് തൊട്ടടുത്ത പട്ടാമ്പിയിലാണ് വരാനിരിക്കുന്നത്. പ്രൊഫഷണലുകളുടെ മഹാസംഗമം കോഴിക്കോട് പ്രൊഫൈസ് വരാനിരിക്കുകയാണ്. സമയമില്ല നമുക്ക്. നെറ്റിത്തടത്തിൽ വിയർപ്പുമായി മരിക്കണം. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടെ ഈ ത്യാഗങ്ങളെല്ലാം ഓർത്ത് പുഞ്ചിരിക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം കൊടുക്കുമാറാകട്ടെ. അങ്ങ് ഗസ്സയിലെ മക്കൾക്കും വിധവകൾക്കും വിഭാര്യന്മാർക്കും അള്ളാഹു സംരക്ഷണത്തിന്റെ പുതിയ നാളുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗസ്സയുടെ ആകാശത്ത് സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ ഉദിക്കുന്ന നല്ല നേരത്തിന് സാക്ഷിയാകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സാമൂഹിക ക്ഷേമ സംരംഭങ്ങൾ, വീട് പദ്ധതി അടക്കമുള്ള, നമ്മുടെ വയനാട് ദുരിതാശ്വാസ പദ്ധതി അടക്കമുള്ള സംരംഭങ്ങളൊക്കെ അള്ളാഹു ഏറ്റവും ശരിയായ ദിശയിൽ സഞ്ചരിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.